തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ എസ്എഫ്ഐ ഗുണ്ടായിസം സംസ്കൃതം വേദാന്തം ഡിപ്പാർട്ട്മെന്റ് അടിച്ചു തകർത്തു. ഇന്ന് രാവിലെയാണ് സംഭവം പുറത്തറിയുന്നത്. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സംസ്കൃതം സെമിനാറിൽ ഗവർണറെ പങ്കെടുപ്പിച്ചതിന്റെ പ്രതികാരമായാണ് ഡിപ്പാർട്ട്മെന്റ് അടിച്ചു തകർത്തതെന്നാണ് വിവരം. വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, വീണ്ടും എസ്എഫ്ഐയുടെ ഗുണ്ടായിസമാണ്, മറ്റ് വിശദാംശങ്ങൾ കൂടി. KP ഈ രാഷ്ട്രീയ വിദ്വേഷം വെച്ചുകൊണ്ട് അധ്യാപകർക്ക് നേർക്കും അവർ ഭരിക്കുന്ന അല്ലെങ്കിൽ അവരുള്ള ക്യാമ്പസുകളിലേക്ക് സെന്ററുകൾക്കുമെതിരേക്കുള്ള എസ്എഫ്ഐയുടെ അതിക്രമങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാകുകയാണ്. ഇന്ന് രാവിലെയാണ് കാര്യവട്ടം ക്യാമ്പസിലെ വേദാന്ത പഠന കേന്ദ്രവും അവിടുത്തെ ഓഫീസിലെ ചില നെയിം ബോർഡുകളുമൊക്കെ അടിച്ചു തകർത്തതായി അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഗവർണർ പങ്കെടുത്ത സെമിനാർ സംഘടിപ്പിച്ച സംസ്കൃത വിഭാഗം മേധാവിയായിട്ടുള്ള അധ്യാപിക അവർ തന്നെ ഡയറക്ടറായിട്ടുള്ള വേദാന്ത കേന്ദ്രത്തിലാണ് ഈ രീതിയിൽ അതിക്രമം ഉണ്ടായിട്ടുള്ളത്. ഈ സംസ്കൃതം സെമിനാർ ഗവർണറെ പങ്കെടുപ്പിച്ചതിന്റെ പ്രതികാരം എന്നുള്ളതാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഇപ്പോൾ കരുതുന്നത്. പ്രത്യേകിച്ച് ചാൻസലറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐ പ്രവർത്തകർ ഉദ്ഘാടന വേദിയിലേക്ക് പ്രകടനം നടത്തുകയും ഗവർണർക്കെതിരെ ആക്രോശം മുഴക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നുള്ളതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന്റെ ഭാഗമായി പിന്നീട് എസ്എഫ്ഐ നേതാക്കൾക്കെതിരെയൊക്കെ കേസെടുക്കുകയും 4ഓളം പേർ അറസ്റ്റിലാക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. അന്ന് രാത്രി തന്നെയാണ് ഈ വേദാന്ത കേന്ദ്രം, ഈ പഠന കേന്ദ്രം ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പാലക്കാട് വിക്ടോറിയ കോളേജിലും മഹാരാജാസ് കോളേജിലും കൊയിലാണ്ടി ഗുരുദാസ് കോളേജിലുമൊക്കെ അധ്യാപകർക്ക് നേരെ നടന്ന വിവിധ അക്രമങ്ങൾ, അതിന്റെ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വേദാന്ത പഠന കേന്ദ്രത്തിന് നേരെ അക്രമം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് അധ്യാപികയുടെ നെയിം ബോർഡൊക്കെ തകർത്ത് അവിടെ ഒരു ഡോറിന്റെ സൈഡിൽ ഇങ്ങനെ കയറ്റി വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പലവട്ടം ഈ രീതിയിലുള്ള അതിക്രമങ്ങൾ എസ്എഫ്ഐ ആവർത്തിച്ചിട്ടുണ്ട് പല ക്യാമ്പസുകളിലും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത വിഭാഗത്തിന്റെ വേദാന്ത പഠന കേന്ദ്രത്തിൽ ഈ രീതിയിലുള്ള ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാവുകയാണ്. ഈ സർവകലാശാലയിലെ ഇത്തരം അതിക്രമം നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് NDU അടക്കമുള്ള സംഘടനകളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് അധ്യാപകർ പറയുന്നത്. പ്രത്യേകിച്ച് KP. തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.